യഥാർത്ഥ ചരിത്ര വസ്തുതകൾ കൊണ്ട് നുണകളെ നേരിടാൻ നമ്മെ പ്രാപ്തമാക്കുന്ന വിജ്ഞാനശാലയാണ് മ്യൂസിയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവര സാങ്കേതികവിദ്യയുടെ യുഗമാണിത്. അറിവുകൾ വേഗത്തിൽ പകർന്നു നൽകപ്പെടുന്നു. നുണകളും ഇക്കാലത്ത് അതിവേഗതയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മക്രേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര തീർത്ഥാടന ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സുബ്രഹ്മണ്യ ക്ഷേത്ര സോപാന സംഗീത മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതി ഉത്തര മലബാറിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായതാണ്. 41 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 11 ആരാധനാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നു. അതോടൊപ്പം അവയോടനുബന്ധിച്ചുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനവും നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് 3 കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള പദ്ധതി മക്രേരി ക്ഷേത്രത്തിൽ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ തനത് സംഗീത പാരമ്പര്യം വിളംബരം ചെയ്യുന്ന സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട മ്യൂസിയമാണിത്. പ്രശസ്ത സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തിയുടെ ജീവിതവുമായി ഇഴചേർന്ന് നിൽക്കുന്ന മ്യൂസിയം ഈ ആരാധനാലയത്തിന്റെ പ്രൗഢിയും പ്രാധാന്യവും വർദ്ധിപ്പിക്കും. 2,09,00,000 രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു തീമാറ്റിക് ഇന്ററാക്റ്റീവ് മ്യൂസിയമാണ് ഇതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ഹെറിറ്റേജ് ടൂറിസം പദ്ധതിയിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 11 ആരാധനാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം അവയോടനുബന്ധിച്ചുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനവും നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് 3 കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള പദ്ധതി ഈ ക്ഷേത്രത്തിൽ നടപ്പാക്കുന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിജു, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C സഞ്ജന, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം N ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.